വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എൻ്റെ ശരീരത്തിൽ 2 പേരാണുള്ളത് എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. പക്ഷേ അതിന് എനിക്ക് കള്ളം പറയേണ്ടി വരും. ഞാൻ കള്ളം പറഞ്ഞാൽ അവൾ പുറത്തു വരും. നീ എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക, ഞാൻ തെളിയിച്ചു തരാമെന്ന് ഞാൻ പറയുന്നു. എനിക്ക് നിൻ്റെ ഈ കള്ളങ്ങളൊന്നും കേൾക്കണ്ട, ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ടാൻ ചോദിച്ചെങ്കിലും ഇല്ല എന്നവൻ പറയുന്നു. ഞാൻ പറയാൻ പോകുന്നത് കള്ളമാണ് എങ്കിൽ മാത്രമേ എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അത് വിശ്വസിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് ഞാൻ ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ടാൻ പറയുന്നു. അതോടെ ടാനർ പുറത്ത് വരുന്നുണ്ട്. സാഹചര്യം കണ്ടപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചതിനാൽ ഈ പെയിൻറ്റിങ് കിട്ടിയത് എനിക്കാണ്. ടാൻ നിരപരാധിയാണ്. അവൾ മറ്റൊരു ലോകത്തു നിന്ന് വന്നതാണ്. അവൾ ആത്മാർത്ഥമായി തന്നെയാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. അവളെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഈഹുവായി ഇഷ്ടപ്പെട്ടത് ഞാനാണ്. പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞതിനാൽ അവനുമായുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് അവനോട് ഒട്ടും ഇഷ്ടം ബാക്കിയില്ല എന്നൊക്കെ ടാനർ പറയുന്നു. അവസാനം കള്ളം പറഞ്ഞപ്പോൾ ടാൻ തിരികെ വരുന്നു. ടാനറിനെ കണ്ടോ, അവൾ സത്യം പറഞ്ഞോ, ഇപ്പോൾ വിശ്വാസമായോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. പക്ഷേ ഇതെല്ലാം അവളുടെ അഭിനയമാണെന്നാണ് ഷെങ്ങിന് തോന്നിയത്. നിന്റെ അഭിനയം നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ടാൻ നിസ്സഹായയായി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് മഴ പെയ്തിട്ട് പോലും ഷെങ് അവളെ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്ന് പോകുന്നു. കൊട്ടാരത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് ഷെങ് പറഞ്ഞെങ്കിലും ടാൻ തിരികെ ചെല്ലുന്നുണ്ട്. പക്ഷേ അവളുടെ പഴയ ചുറുചുറുക്കും ഉത്സാഹവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് സമയം മുറിക്കുള്ളിൽ തന്നെ ഒരേ ഇരിപ്പാണ്. ഭക്ഷണത്തോട് മുട്ടും താല്പര്യമില്ല. ജിങ്ഷിൻ കുറച്ച് കേക്കുമായി അവളുടെ അടുത്ത് വന്ന് അത് കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും എനിക്ക് വിശപ്പില്ല, അത് ജോലിക്കാർക്ക് വീതിച്ചു കൊടുത്തേക്കാൻ അവൾ പറയുന്നു. നീ കുറേ ദിവസമായി ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ, ഇങ്ങനെയായാൽ ശരീരം തളർന്നു പോയില്ലേ, കുറച്ചെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് ജിങ്ഷിൻ നിർബന്ധിച്ചെങ്കിലും എനിക്ക് തീരെ വിശപ്പില്ല, ഞാൻ കുറച്ചു നേരം പുറത്തൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നു. തണുപ്പുണ്ട്, അതുകൊണ്ടൊരു കോട്ടും കൂടി ധരിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞ് ജിങ്ഷിൻ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു തുണി കൂടി അവൾ കിട്ടിക്കൊടുക്കുന്നു. എൻ്റെ പുറകെ വരണ്ട, ഞാൻ ദൂരോട്ടെങ്കിലും പോവില്ല, പുറത്തു തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ടാൻ പുറത്തേക്ക് പോകുന്നു. ഷെങ്ങിൻ്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. പതിവില്ലാത്ത വിധം അവൻ കുടിക്കുന്നത് കണ്ട് യുവരാജസ്ഥാനം നഷ്ടമായതിൻ്റെ വിഷമമായിരിക്കുമെന്നാണ് ഷുവാൻ കരുതിയത്. പക്ഷേ ടാനറുമായി പിണങ്ങിയതാണ് കാരണമെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഷെങ്ങിനെ കളിയാക്കിച്ചിരിക്കുന്നു. കപ്പിൾസ് വഴക്കിടാറുള്ളത് പതിവാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊക്കെ മാറി മുമ്പത്തേനേക്കാൾ സ്നേഹത്തിലാകും. ചേട്ടത്തി ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ഷുവാൻ പറയുന്നു. നീ എന്നെ കളിയാക്കുകയാണല്ലേ എന്ന് ഷെങ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. കൊട്ടാരത്ത് മുറ്റത്ത് കൂടി തനിച്ചടക്കുകയെന്ന ടാൻ എനിക്ക് തിരിച്ചു പോകാൻ എന്താണ്ടൊരു വഴി, ഈ നശിച്ച സ്ഥലത്ത് വന്ന് പെട്ടതും പോരാഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് അധികകാലം കഴിയുന്നതിന് മുമ്പ് മറ്റൊരാളുമായുള്ള അഫെയറിൻ്റെ പേരിൽ എനിക്കിങ്ങനെ ഹൃദയവേദന അനുഭവിക്കേണ്ടി വന്നല്ലോ. ഈ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ഡിവോഴ്സ് ആകേണ്ടി വരുമോ? ഞാനങ്ങനെ സത്യം തെളിയിക്കാനാണ്. അവനെ കുറ്റം പറയാൻ കഴിയില്ല. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അവനെ വിശ്വസിക്കുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊരു പൂവെടുത്ത് അതിൻ്റെ ഇതളുകൾ പറിച്ച് അവൻ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് കുളത്തിനടുത്തായി ഇരിക്കുകയാണ് ടാൻ. പെട്ടെന്നാണ് ഒരു ജോലിക്കാരി ശബ്ദമുണ്ടാക്കാതെ എടുത്തെത്തി അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്. നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് തെറ്റിദ്ധാരണകളാണെങ്കിൽ പരസ്പരം അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതായിരിക്കില്ല നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവരുടെ പദ്ധതി വിജയിച്ചതുപോലെയാകും. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നശിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഷുവാൻ ഉപദേശിച്ചപ്പോൾ ഷെങ്ങിനും അത് ശരിയാണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ടും ടാൻ മടങ്ങി വരാത്തതിനാൽ ജിങ്ഷിൻ അവളെ തിരഞ്ഞിറങ്ങുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ടാൻ്റെ ഡ്രസ്സ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന അവൾ കണ്ടത്. അവൾ ബഹളം വെച്ച് ആളെ കൂട്ടുന്നുണ്ട്. ഓടി വന്നവരെല്ലാം കൂടി പെട്ടെന്ന് തന്നെ കുളത്തിനുള്ളിൽ തിരച്ചിൽ നടത്തി ടാനിനെ കണ്ടെത്തുന്നു. അപ്പോഴേക്കും വിവരം പറഞ്ഞ് ഷെങ്ങും അവിടെ എത്തുന്നു. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കണ്ണു തുറക്കാൻ പറഞ്ഞ് ഷെങ് അവളെ മടിയിലേക്ക് കിടത്തുന്നു. വേഗം കൊട്ടാര വൈദ്യനെ വിളിച്ചുകൊണ്ടുവരാൻ യുഹാവോയെ പറഞ്ഞയക്കുന്നു. പക്ഷെ വന്ന വൈദ്യന്മാർക്കാർക്കും ടാനിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അവളുടെ ജീവൻ രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഷെങ് ആകെ വയലന്റ് ആകുന്നു. ഇനി ആരും ബാക്കിയില്ല എന്നവൻ യുഹാവോയോട് ചോദിച്ചപ്പോൾ നാട്ടിലേക്ക് പോയിരുന്ന കൊട്ടാരം വൈദ്യൻ ഗാവോ മടങ്ങിയെത്തിയിട്ടുണ്ട്, അദ്ദേഹം ഉടനെ എത്തും എന്ന് യുഹാവോ അറിയിക്കുന്നു. അദ്ദേഹം ഡോങ്ക്യൂലെ ഏറ്റവും മികച്ച വൈദ്യനാണ്. അദ്ദേഹവും വന്ന് ടാനിനെ പരിശോധിക്കുന്നു. കുളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കുമാരി മരിച്ചിരുന്നു എന്നയാൾ അറിയിച്ചപ്പോൾ അവളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ കൊല്ലുമെന്ന് ഷെങ് പറയുന്നു. മരിച്ച ഒരാളെ ജീവിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല കുമാര, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൽ ജീവന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാവൽക്കാരുടെ പിടിയിൽപ്പെടാതെ അതിഭയങ്കരമായ സ്പീഡിൽ തല മുഴുവൻ നരച്ച് സന്യാസിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ അവിടെ കയറി വന്നത്. തൊട്ടുപുറകെ എത്തി വാളോകെ കാവൽക്കാരെ തട്ടിമാറ്റിയിട്ട് ഇങ്ങനെ എൻ്റെ സഹായം പാഴാക്കിയാൽ എനിക്ക് കുമാരിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നതിനാൽ കാവൽക്കാരോട് പുറത്തു പോകാൻ ഷെങ് പറയുന്നു. ഇയാളേതോ തട്ടിപ്പുകാരനാണ്, കുമാരൻ ഇതിലൊന്നും വീണു പോകരുത് എന്ന് പറഞ്ഞ് കൊട്ടാരം വൈദ്യൻ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഷെങ് അയാളോടും പുറത്തു പോകാൻ പറയുന്നു. ജിങ്ഷിനെയും പുറത്താക്കുന്നു. ഷെങ് അദ്ദേഹത്തോട് പേര് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയാതെ കുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും മരണവും ജീവിതവും തമ്മിൽ ഒരു ബ്ലഡ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നത് വഴി മാത്രമേ കുമാരിക്ക് എൻ്റെ ദിവ്യശക്തി നൽകാൻ കഴിയൂ. അത് നൽകിയാൽ തന്നെ കുമാരി ഉണരും എന്നെനിക്ക് ഉറപ്പില്ല. മാത്രമല്ല അങ്ങനെ ഒരു ബ്ലഡ് കോൺട്രാക്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ മരിച്ചാൽ മറ്റേയാളും മരിക്കും. ചിലപ്പോൾ ഈ ശ്രമത്തിനിടയിൽ കുമാരി ഉണരില്ല. എന്ന് മാത്രമല്ല കുമാരനും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ കുമാരിയെ രക്ഷിക്കാൻ ഇനി ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. താങ്കൾ എന്ത് തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം ഷെങ്ങിനോട് ചോദിക്കുന്നു. ഞാൻ തയ്യാറാണ് എന്ന് അവൻ അറിയിക്കുന്നു. മുറിക്ക് പുറത്തിറങ്ങിയ ജിങ്ഷൻ ടാൻ എന്ത് സംഭവിച്ചതായിരിക്കും? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കും. ഒറ്റയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. ഒറ്റയ്ക്ക് വിട്ടത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്ന കേട്ട് കുമാരിയുടെ സ്വഭാവം വെച്ച് കുമാരി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന്
യുഹാവോ പറയുന്നുണ്ട്. ഷെങ് വാതിൽ തുറന്ന് യുഹാവോയോട് ഞങ്ങളെ ആരും ശല്യപ്പെടുത്തരുത് എന്ന് അറിയിച്ചിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു. സന്യാസി അപ്പൂപ്പൻ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് ടാന്റെയും ഷെങ്ങിന്റെയും കൈകളിൽ ബ്ലഡ് കോൺട്രാക്ട് എഴുതി ചേർത്തിട്ട് തന്റെ ശക്തി ടാന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. മന്ത്രപ്രയോഗങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഷെങ് തളർന്ന ഒരു വശത്തേക്ക് ചായുന്നുണ്ട്. ടാൻ ഇപ്പോഴും ഉണർന്നിട്ടില്ല. അന്ന് രാത്രി കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ആ സന്യാസി അപ്പൂപ്പൻ ജിങ്ഷിന്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ട് ഇതെന്റെ അഡ്രസ്സാണ്, കുമാരി ഉണരുമ്പോൾ എന്നെ വന്ന് കാണാൻ പറയണം, കുമാരിയുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞേക്കും എന്ന് അറിയിക്കുന്നു. ടാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന മരപ്പണിക്കാരൻ താങ്കളാണോ എന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോഴേക്കും ഷെങ് അവിടേക്ക് വരുന്നതിനാൽ അവരെ സംസാരം അവസാനിപ്പിക്കുന്നു. ഷെങ്ങിനൊപ്പം കൊട്ടാര വൈദ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹം ടാന്റെ പൾസ് പരിശോധിക്കുന്നു. അവളുടെ പൾസ് നോർമലായി ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം ശരിക്കും അമ്പരക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുതം നേരിട്ട് കാണാൻ പറ്റിയത് എന്റെ മഹാഭാഗ്യമാണ് എന്ന് അദ്ദേഹം സന്തോഷത്തോടെ ഷെങ്ങിനെ അറിയിക്കുന്നു. ഷെങ്ങിന് സന്തോഷമാകുന്നുണ്ട്. എല്ലാവരെയും പുറത്തേക്ക് അയച്ചിട്ട് അവൻ സന്യാസിയോട് സംസാരിക്കുന്നു. കുമാരിയുടെ അപകടത്തിലാ കഴിഞ്ഞെങ്കിലും ഇനിയും ഉടനാൻ കുറെ സമയം എടുക്കും എന്ന് അദ്ദേഹം ഷെങ്ങിനെ അറിയിക്കുന്നു. താങ്കൾ ദിവ്യനായതുകൊണ്ട് തന്നെ എന്റെ ഒരു സംശയം തീർത്തരാൻ താങ്കൾക്ക് കഴിഞ്ഞേക്കും. ടാനർക്ക് ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അവൾ ടാനർ അല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്തായിരിക്കും അതിന് കാരണമെന്ന് അറിയാമോ എന്ന് അവൻ ചോദിക്കുന്നു. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്കരികിലേക്ക് ഇരുന്ന് തന്റെ ദിവ്യശക്തി അവളുടെ ഉള്ളിലേക്ക് കടത്തി വരുന്നു. ഒരു കണ്ണിന് മുകളിൽ പ്രയോഗിച്ചപ്പോൾ ടാനർ ഉണർന്ന് യുഹായി നീ എന്തിനാണ് എന്നോട് ഇത്ര ക്രൂരത കാണിച്ചതെന്ന് ചോദിക്കുന്നു. മറ്റേ കണ്ണിൽ പ്രയോഗിച്ചപ്പോൾ ടാൻ ഉണർന്ന് ഷെങ് നീ എന്താണെന്ന് വിശ്വസിക്കാത്തത് എന്ന് ചോദിക്കുന്നു. ഇത് നേരിട്ട് കണ്ടുകൊണ്ട് നിന്ന ഷെങ്ങും അമ്പരക്കുന്നുണ്ട്. സന്യാസിയപ്പൻ എഴുന്നേറ്റ് കുമാരിയുടെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാൾ എങ്ങനെയാണ് അതിനുള്ളിൽ കയറിയതെന്നറിയില്ല. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ഉള്ളതിൽ യഥാർത്ഥ ടാനർക്ക് എതിർപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും ഒരേ ശരീരം ഉപയോഗിക്കാൻ കഴിയുന്നത്. ഞാനും ഇങ്ങനെ ഒരു കാര്യം ആദ്യമായാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടുപേരും ഒരു ശരീരത്തിനുള്ളിൽ എങ്ങനെ ജീവിക്കും? മറ്റേയാൾ എവിടെ നിന്നാണ് വന്നത്? ഇവൾ ഉണർന്നു കഴിയുമ്പോൾ അവളും കൂടെ തന്നെ ഉണ്ടാകുമോ, അതോ അപ്രത്യക്ഷമാകുമോ എന്നൊക്കെ ഷെങ് നിർത്താതെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അങ്ങനെ ഉത്തരം പറയാനാണ്. കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായി മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. കുമാരിക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ മാത്രം എന്നെ പെട്ടെന്ന് വിവരം അറിയിക്കണം. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ടാനറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ ജിങ്ഷിനോട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. യുഹുവയുടെ വിവാഹ ദിവസം ടാനർ ആത്മഹത്യക്ക് ശ്രമിച്ചതും അതിനുശേഷം ഉണർന്നപ്പോൾ മുതൽ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും പിന്നീട് രണ്ടുപേരാണ് തിരിച്ചറിയുന്നത് തുടങ്ങി തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ജിങ്ഷിൻ അവനോട് പറയുന്നു. രണ്ടുപേർക്കും വേണ്ടി രണ്ട് രീതിയിലുള്ള മേക്കപ്പ് തയ്യാറാക്കേണ്ടി വന്നതും രണ്ടുപേർക്കും ഭക്ഷണത്തോടുള്ള വ്യത്യസ്തമായ താല്പര്യങ്ങളും ഒക്കെ അവൾ പറയുന്നു. ടാൻ ഈ പഴയ കട്ടിലിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നതിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ താൻ അവളുടെ ലോകത്തേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് അത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് അവൾ പറയുന്നു. ഷെങ് അത് കേട്ടപ്പോൾ വെപ്രാളത്തോടെ ചാടി നിൽക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ക്ഷീണം തോന്നി അവൻ വീഴാൻ തുടങ്ങുന്നുണ്ട്. മന്ത്രശക്തി ഉപയോഗിച്ചത് അവന്റെ ആരോഗ്യത്തെ ശരിക്കും ക്ഷയിപ്പിച്ചിരിക്കുന്നു. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് യുഹാവോ അവനെ ഓർമ്മിപ്പിക്കുന്നു. കുമാരിയെ വെള്ളത്തിലേക്ക് ആരെങ്കിലും തള്ളിയിട്ടതാവാനാണ് സാധ്യത. എത്രയും പെട്ടെന്ന് ആളിനെ ഞാൻ കണ്ടുപിടിക്കും. സംഭവമുണ്ടായ ഉടൻ തന്നെ കൊട്ടാരത്തിന് പുറത്തേക്കുള്ള വാതിലുകളെല്ലാം ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടില്ല എന്ന് യുഹാവോ അറിയിക്കുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തുന്നവരെ എന്നെ കാണാൻ ആരെയും അനുവദിക്കേണ്ട എന്ന് ഷെങ് അവർക്ക് നിർദ്ദേശം നിൽക്കുന്നു. അടുത്ത 1-2 ദിവസം കൂടി ടാൻ ഉണരുന്നില്ല. ഷെങ് മുഴുവൻ സമയവും അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിനിടയ്ക്ക് ടാനറിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് ജോലിക്കാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ യുഹാവയുടെ പിടിയിൽപ്പെടുന്നുണ്ട്. അവൻ ഉടൻ തന്നെ ഷെങ്ങിനെ വിവരം അറിയിക്കുന്നു. ഷെങ്ങിന്റെ ഒരു കോൺക്യൂബിന്റെ തോഴിയായിരുന്നു അത്. തന്റെ ജോലിക്കാരിയെ രക്ഷിക്കാനായി കോൺക്യൂബിൻ അവന്റെ അടുത്തെത്തി തന്റെ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കണ്ട് അസൂയ തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നവൾ പറഞ്ഞത്. ഷെങ് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നിനക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആരെ കാണാനാണ് ഇവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത് എന്നവൻ ചോദിക്കുന്നു. യുവരാജാവിന് ടാനറിനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞതിനാൽ അദ്ദേഹമാണ് കുമാരിയെ കൊന്നുകളയാൻ എന്നോട് ആവശ്യപ്പെട്ടത് എന്ന് അവൾ പറയുന്നു. എനിക്കിനി ഇവളെ കാണണ്ട, കൊന്നുകളഞ്ഞേക്ക് എന്ന് യുഹാവയ്ക്ക് നിർദ്ദേശം നൽകിയിട്ട് അടുത്ത ദിവസം രാജാവ് വിളിപ്പിച്ചതനുസരിച്ച് ഷെങ് കൊട്ടാരത്തിലെത്തി മടങ്ങുമ്പോൾ ഈഹുവായും ഒപ്പം ഉണ്ടായിരുന്നു. ടാനറെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ തന്നെയാണോ എന്നറിയാൻ ഷെങ് ഇൻഡയറക്റ്റായി പലതും പറഞ്ഞെങ്കിലും ഈഹുവായുടെ മറുപടിയിൽ നിന്ന് അവനായിരിക്കില്ല അതിന് പിന്നിൽ എന്ന് ഷെങ്ങിന് തോന്നിയത്. അവൻ തിരികെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ടാനിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകാൻ യുഹാവയോട് വഴക്കിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഷുവാൻ. ടാനർക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. ഇപ്പോൾ കാണുന്നതിൽ അർത്ഥമില്ല എന്ന് അവനും പറയുന്നു. ഈഹുവായി ആയിരിക്കുമോ ഇതിന് പിന്നിലെന്ന് ഷുവാൻ സംശയിച്ചപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഈഹുവായുടെ മേൽ കുറ്റം ആരോപിച്ചിട്ട് യഥാർത്ഥ കുറ്റവാളിയെ ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഷെങ് പറയുന്നു. അത് ആരായിരിക്കുമെന്ന് ഷുവാൻ തലമുഖഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സക്കത്തിന് ഷെങ് അകത്ത് കയറിപ്പോകുന്നു. യുഹാവോ അകത്തേക്ക് കയറ്റിവിടാത്തതിനാൽ ഷുവാൻ നിരാശനായി മടങ്ങിപ്പോകുന്നുണ്ട്. ഷെങ് അകത്തെത്തി ടാന്റെ അരികിലിരുന്ന് അവളെ ഉണർത്താനായി പലതും പറഞ്ഞു നോക്കുന്നു. പക്ഷെ ഒരു മാറ്റവും ഇല്ലാത്തതിനാൽ അവനാകെ നിരാശനായിരിക്കുമ്പോഴാണ് പേടി സ്വപ്നം കണ്ടതുപോലെ ടാൻ ചാടി എഴുന്നേറ്റത്. മുന്നിൽ ഷെങ്ങിനെ കണ്ടതും ഞാനിന്ന് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കള്ളമാണ്. ടാനറിനെ പുറത്തു കൊണ്ടുവന്നാൽ നീ എന്നെ വിശ്വസിക്കുമെന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവൾ പറയുന്നു. ഇനിയൊന്നും പറയണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. താൻ സമാധാനമാകുന്നുണ്ട്. ഞാൻ യുവരാജസ്ഥാനം നഷ്ടപ്പെടുത്തിയതിന് നീ എന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ അവളുടെ വായ തപ്പിപ്പിടിച്ചിട്ട് അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് നഷ്ടമായത് എനിക്കുള്ളതാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് അറിയാമെന്ന് പറയുന്നു. ആ സമയത്താണ് ജിങ്ഷിൻ അകത്തേക്ക് കയറി വന്ന് യുവരാജാവും പത്നിയും കൂടി കുമാരനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. ജിങ്ഷിന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ടാനറിനെ വിളിച്ചു വരുത്തട്ടെ, അവൾക്ക് ഈഹുവായോട് നേരിട്ട് സംസാരിക്കാമല്ലോ എന്ന് ടാൻ ചോദിക്കുന്നു. നീ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട, നീ എന്റെയാണ് എന്ന് പറഞ്ഞ് ഷെങ് അവളെ കെട്ടിപ്പിടിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.